ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു ഗെയിമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കളിക്കാൻ വന്ന ഗെയിം ചെയ്യണത് ബസ് സിമുലേറ്റർ. നമ്മൾ ഒരു പുതിയ ബസ്സൊക്കെ വാങ്ങിച്ച് ഗൈസ്, ലൈറ്റൊക്കെ സെറ്റപ്പ് ആക്കിയുള്ള ബസ് വാങ്ങിച്ച് ഗൈസ്. കാണുമ്പോൾ ഇപ്പോൾ വിചാരിക്കും നിങ്ങൾ ഈ ബസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, പക്ഷെ നിങ്ങൾ വിചാരിക്കുമല്ല ഗൈസ്, സെയിം ബസ്സാണ്. ബസ്സിൻ്റെ അകത്ത് ഇന്ന് നമ്മൾ ട്രിപ്പിന് പോകാൻ പോവാണ് ഗൈസ്. കുറച്ച് ദൂരെയാണ് ട്രിപ്പ്, എന്നാലും നമ്മൾ ഇന്ന് പോകാൻ പോവുകയാണ്. ഗൈസ് പോകാം. അപ്പം വണ്ടിയുടെ ലുക്ക് നിങ്ങൾ കാണുമ്പോൾ ഇതേ കണ്ടോളൂ. ഇങ്ങനെയാണ് വണ്ടി, പക്ഷെ ലൈറ്റ് ഇട്ടാണ് വണ്ടി സീനാണ് ഗൈസ്. വണ്ടിയുടെ സൈഡ് ഫുള്ളും ലൈറ്റ് കൊണ്ട് അഭിഷേകം. ഇനി ഈ വണ്ടിക്ക് വേറെ നിറമൊക്കെ എത്തിക്കണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വേറെ നിറങ്ങളൊക്കെ എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ട്രിപ്പിന് പോകാം. നമുക്ക് വണ്ടിയുടെ ഹോണൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഓളയും കൂട്ടിയൊക്കെ പോകാം ഗൈസ്. നമ്മളെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്, എപ്പോഴും ഒരേ വർക്ക്ഷോപ്പിൽ അയക്കണമെന്നില്ല. നമുക്ക് പോകാം. നമ്മൾ എങ്ങോട്ടാ പോയി? ആരെയും വിടിയല്ല, നമ്മൾ ഇറങ്ങിയിട്ട് പോയാൽ മതി. നമ്മൾ കിടിലം വണ്ടിയാക്കി ഇറക്കിയമാതിരി എനിക്ക് ഇവിടെ നിന്നാണ് ഗൈസ് വളയ്ക്കേണ്ടത്. വണ്ടിക്കാരന്മാരെ കൊണ്ട് വല്ലാത്ത കഷ്ടം. അപ്പം അവിടെ നിന്നും വണ്ടിയാണ്, ഇവിടെ നിന്നും വണ്ടിയാണ്. ബസ്സൊക്കെ എവിടെ നിന്നൊക്കെയാണോ ഇടിക്കല്ലേ 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 ഇടിക്കാതെ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇത്. ഓക്കെ ഗൈസ്, നമ്മൾ വലിയൊരു ട്രാഫിക് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. വണ്ടിക്കാരൻ നമ്മളെ ട്രിപ്പിന് ഉള്ളവന്മാരൊക്കെ നമ്മൾ വരയ്ക്കിട്ട് പോകുന്നു. പോകാം. പെട്രോള് ഏകദേശമൊക്കെ ഫുള്ളാണ് ഗൈസ്. ഞാൻ ഫുള്ളാക്കി ഇട്ടേക്കുന്നുണ്ട്. ഫുള്ളായില്ല, 152 ഉണ്ട്, ഫുള്ളാക്കിയില്ല. തൽക്കാലത്തേക്ക് അത്ര 205 അത്രയേ ഉള്ളൂ. പിന്നെ മൈലേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടം ഗൈസ്. ഇത് മാറാ ഫോണടിച്ചു. നമ്മളെല്ലാവർക്കും പേടിയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് 10 സബ്സ്ക്രൈബേഴ്സ് അയക്കാൻ നമ്മൾ ലൈവ് വരുന്നതാണ് ഗെയിമിൽ. ഈ ഗെയിം നിങ്ങൾ പറഞ്ഞ ഗെയിം കളിക്കാൻ ലൈവ് വരും. ഞാൻ മൊബൈലിൽ കളിക്കണം, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാ ഗെയിമും കളിക്കാൻ എനിക്ക് സാധിക്കുന്നതല്ല. മൊബൈലിലുള്ള ഗെയിംസ് നമുക്കിനി ഗ്രാൻഡ് ഗെയിംസ് കളിക്കാൻ ഗൈസ്.
നമ്മൾ 150-ലാണ് പോണത് ഗൈസ്. ഗിയർ 6-ലാണ്. നല്ല ഫാസ്റ്റ് നമുക്കിനി നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പുതിയ വണ്ടിയും പുതിയ നിറങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഗൈസ്. വണ്ടിക്ക് തൽക്കാലത്തെ ഈ ഇടവഴിക്കണം. ഫസ്റ്റ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് സമയം കുറേ പോയാണ്. നമുക്ക് മാറാൻ വണ്ടിക്കാരൻ ഞാൻ ഫോൺ അടിച്ചപ്പോൾ മാറാനായിട്ട് കാണാൻ പറ്റും. കാട്ടിക്കൂടെ എൻ്റെ എക്സ്പെർട്ട് നമുക്ക് വേഗം പോകാം. നിങ്ങൾ കുറേ പേര് ഈ ചാനൽ കാണുന്നുണ്ട്. 5 സബ്സ്ക്രൈബേഴ്സായി. പക്ഷെ കുറേ പേര് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഇടവഴി കൂടെ പോകണം. ഏതോ ഒരു കാട്ടാണ്. കാട്ടിക്കൂടെയാണ്. നല്ല ദൂരമുണ്ട്. നമുക്കപ്പോൾ വേറെ സ്ഥലത്ത് എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ആൾക്കാർ നമ്മൾ ഇവിടെയാണ് ഇറക്കേണ്ടത്. അപ്പോൾ മെല്ലെ വണ്ടിക്ക് ഒരു കുഴപ്പം പറ്റാതെ കയറ്റാം ഗൈസ്. അപ്പോൾ അത് കാസേട്ടർ എടുത്ത് അതൊക്കെ കണ്ട് കയറ്റി ഇവിടെ വന്നാണ് പാർക്ക് ചെയ്യുക. എനിക്ക് കണ്ണ് മൂക്കെല്ലാം ഉണ്ട്. കണ്ണടയ്ക്കടാ എന്താ കേസ് നമ്മൾ വേണം എല്ലാം കേൾക്കും. ഇപ്പോൾ വേഗം ആൾക്കാർ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാണിക്കാം അടുത്ത്. ഓക്കെ ഗൈസ്, എല്ലാവരും ഇറങ്ങി എല്ലാവരും ഇങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെയൊക്കെ എനിക്ക് ലൈറ്റ് പിടിപ്പിക്കണം വണ്ടി. നമുക്കല്ലേ പൊക്കത്ത് കാണാം. അത് കൂട്ടിയിട്ടേക്ക് ഗൈസ്. അങ്ങോട്ട് വണ്ടി കൊണ്ടുപോയാണോ ഇതന്നെ? ഞങ്ങളുടെ പോട്ടെ ഗൈസ്. നമുക്കവിടെ പിന്നാലെ ചേച്ചി വഴിമാറേണ്ടതാണ്. ചേച്ചി വഴിമാറൂ നമുക്ക് തിരിച്ചു പോകാം. ഇതൊന്നും വയ്യ. ഇവിടെ കൂടെ കടയെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടില്ല. നമുക്ക് ഇതിലേ ഇങ്ങനെ ചാടിത്തുള്ളി നടക്കാം. ഓക്കെ ഗൈസ്, അവിടെ ഒന്ന് ട്രിപ്പ് പോയിട്ടൊക്കെ വരട്ടെ. അപ്പോൾ എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നേരത്ത് നമുക്ക് കാണാം. ബൈ. ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ അവർ വന്നിരിക്കുകയാണ്. ഒന്ന് വേഗം കയറുക. സമയം പോകണം. വേഗം കയറുക. കയറി കയറാൻ വെയിറ്റ് ചെയ്യുക. വേഗം കയറാൻ മഴയൊക്കെ വീണ് വേഗം കയറും. ഓക്കെ ഗൈസ്, എല്ലാവരും വന്നിരിക്കും. നമുക്കെന്നാൽ പോകാം. പിന്നെ അടുത്ത പോകേണ്ടത് വഴി കാണാൻ സമയം പോയി. നമുക്കിനി അങ്ങോട്ട് വളയ്ക്കണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് വളയ്ക്കാം. കണ്ട് കേട്ടാൽ പോയി വളച്ചിട്ടൊക്കെ വരാം. 1 മണിക്കൂർ എടുത്ത് ഇവർ വരാൻ. ഇവരങ്ങ് വരുമ്പോൾ അതൊക്കെ നടന്നു പോയി കാഴ്ചയും കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരു സമയം എടുക്കും. അതുകൊണ്ടാണ് അവർ പോയതെന്ന് ഞാൻ വീഡിയോ കാണിക്കായിരുന്നു. നമ്മൾ ഇവിടെ വണ്ടി കൊണ്ട് തിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടുന്ന് ബാക്ക് എടുക്കണം. അവിടെ ഇടിക്കാതെ കാണിച്ചിട്ടാണ് എടുക്കേണ്ടതാണ്. നമുക്ക് പോകാം. തിരിച്ച് നമുക്ക് പോകാം. നമ്മളെ വട്ട് പിടിപ്പിക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. ഓക്കെ, വായ്പ പോകാം. ഏകദേശം സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്.
സീനില്ല, വേഗം പോവാം. ഇവിടെയാണ് ഗൈസ് നമ്മൾ നിന്നത്. നമുക്ക് ഇവിടെ പോകാം. നമുക്ക് വണ്ടിക്ക് നിറമൊക്കെ മാറ്റണ്ടേ ഗൈസ്. വണ്ടിക്ക് പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി, നമ്മുടെ കൂട്ടുകാരുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കണം ഗൈസ്. ഇപ്പം ഈ വണ്ടിയുടെ നിറമൊക്കെ എന്തെങ്കിലും തിന്നുമില്ല, നമ്മളത് ഇടിച്ചിട്ടിട്ട് അടുത്ത കളി ഗൈസ്. ഓക്കെ, നമ്മൾ വണ്ടി എടുത്തിട്ട് കൊണ്ട് ഇട്ടിട്ട് പോകാം. വഴിമാറ് വണ്ടിക്കാരന്മാർ വരുന്നുണ്ട് ഗൈസ്. ഒന്നും പറ്റില്ല, അവർക്ക് പറ്റില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പോകാം. പറപ്പിക്കുകയാണ്. ഈ ചാനൽ കുറേ പേര് കാണുന്നു ഗൈസ്. എന്നിട്ട് ആരും ലൈക്ക് ചെയ്യണില്ല, സബ്സ്ക്രൈബും ചെയ്യണില്ല. ആകെ 5 പേരെങ്ങാണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നു, ലൈക്ക് ആരും ചെയ്യണം. ലൈക്ക് ആകെ 2-3 പേരെ ചെയ്യണം ഗൈസ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ് ഗൈസ്. കമൻറ്റും ഷെയറും ചെയ്യണില്ല. ഷെയർ 2-3 പേര് ചെയ്യണുള്ളൂ. സബ്സ്ക്രൈബും 5 പേര് ചെയ്യണുള്ളൂ ഗൈസ്. സബ്സ്ക്രൈബ് എല്ലാവരും അടിച്ചു വാ, ലൈക്ക് ചെയ്യും. ആരും കമൻറ്റും ചെയ്യരുത്. എല്ലാവരും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്നാലും നമുക്ക് ഇതിൽ നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റും. നമുക്കിനി ഗ്രാനി ഗെയിം കളിക്കാൻ വേണ്ടി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കളിച്ചില്ല ഞാൻ ഇതുവരെ. കളിക്കണം ഗൈസ്. നമ്മൾ ഗ്രാനി ഗെയിം കളിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഗ്രാനി 1, 2, 3 എല്ലാം കളിക്കാം. ഫോണിൽ പറ്റുന്ന ഗെയിംസ് എല്ലാം കളിക്കാം. വേറെ ഒന്നും കളിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മാത്രം റൂൾസൊക്കെ ഫോളോ ചെയ്തു. ഇവർക്കൊന്നും വേണ്ട. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് ഗൈസ്. റെഡ് സിഗ്നൽ വന്നതിന് വേറെ സ്ഥലത്തുള്ള വണ്ടിക്കാർ വളച്ചടിച്ച് വരും നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ നമ്മളെല്ലാം കൂടെ കൂട്ടിയിടിക്കും. അങ്ങനെ കുറേ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇവിടെ പെട്ട് കിടക്കും. പിന്നെ ആർക്കും പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഡോർ തുറന്നു പോയി ഗൈസ്. ക്ലോസ് ചെയ്തു. ഇയാൾക്ക് വഴി മാറാൻ കഴിയത്തില്ല. വഴി മാറാ. അയാൾ വഴി മാറി ഗൈസ്. മറ്റയാൾ വഴി മാറുന്നില്ല. ഏതോ ഒരാളുടെ മോന്തേക്ക് വെച്ചോണ്ടാണ്. നമ്മൾ വെറുതെ പോകുമ്പോൾ എല്ലാം വഴി മാറി തരുന്നുണ്ട് ഗൈസ്. കാര്യം ഓക്കെ ഗൈസ്. നമ്മുടെ കൂട്ടുകാരുടെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. നമുക്കപ്പം കേടൊന്നുമില്ല. നമ്മൾ കുറേ നേരം അവിടെ വണ്ടി ഇട്ടേക്കുമായിരുന്നു. നമ്മളെ കൂട്ടുകാർ ഇവിടെ മൊത്തം കുറേ കൂട്ടുകാരുണ്ട് ഗൈസ്. അവിടെയൊക്കെ വർക്ക്ഷോപ്പിലായിരുന്നു കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടെങ്കിലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് നല്ല സ്റ്റീറിംഗ് വീലും നല്ല CPU എല്ലാം മാറ്റി സെറ്റാക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലെല്ലാം മാറ്റി നമുക്ക് നല്ല നല്ല ഗെയിംസ് കളിക്കാൻ പറ്റുള്ളൂ ഗൈസ്. PC-യിലൊക്കെ കളിക്കണമെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് PC-യിൽ നമുക്ക് ബെസ്റ്റ് സിമുലേറ്റർ കളിക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇതുണ്ടെങ്കിൽ നടക്കത്തുള്ളൂ ഗൈസ്. 10 പേരും ഇനി 5 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലൈവ് വേണമായിരിക്കും. ലൈവിലായിട്ട് നല്ല ഗെയിംസൊക്കെ കളിക്കാം. നിങ്ങൾ വേണ്ട ഗെയിംസൊക്കെ കുറഞ്ഞ കളിക്കാം.
പക്ഷെ ആരും ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. അയാൾ ഓവർടേക്ക് ചെയ്യുകയാണ്. ചില സമയത്ത് ഇവന്മാർ ഓവർടേക്ക് ചെയ്തു എന്നിട്ട് ആരും വഴി കൊടുക്കാത്തപ്പോൾ അവന്മാർ റോഡിന് നടുക്കൊണ്ട് നിർത്തും. എന്നിട്ട് വേറെ വല്ല വണ്ടിക്കാരും പോയി കൂട്ടിയിരിക്കും. ഞാനൊരു ബസ്സുകാരൻ നമ്മൾ ബ്രേക്ക് കൊടുത്ത് സ്ഥലത്തോട്ട് ഇട്ടു. ഓ മുട്ടിയില്ല, ജസ്റ്റ് മിസ്. മുട്ടിക്കാനാ സൗണ്ട് കേട്ടു, ഭാഗത്ത് മുട്ടിയില്ല, സൗണ്ടൊന്നും കിട്ടില്ല. ഈ വണ്ടി 2 വണ്ടി വരുന്നുണ്ടാണ്, 3 വണ്ടി, 3 വണ്ടി വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. പെട്രോള് വളരെ കുറവാണ് തോന്നുന്നു. 131 ഉണ്ട്. തൽക്കാലത്തെ ചിലപ്പോൾ തിരിച്ചിന് വണ്ടി വരും. എനിക്ക് തോന്നുന്ന ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ കൊണ്ട് ആക്കാൻ പോകാന്ന് തോന്നുന്നു. അടുത്ത വണ്ടി ഉമ്മാരൊക്കെ കൊണ്ട്. അയ്യോ വണ്ടി ആയി, ഒരു വണ്ടിയുടെ അടി മുട്ടിയത്. ബമ്പറെല്ലാം ബമ്പറായി പോയി. കുഴിയായി. നമ്മുടെ കേരളത്തിലെ വണ്ടി നല്ല റോഡ് തന്നെയാണ്. അത്രക്കൊന്നുമില്ല, ചെറുതായിട്ട് എവിടേക്കോ പൊങ്ങിയും താന്നു വരും. നമുക്കതൊന്നും സീനില്ലല്ലോ. മഴയും പെയ്യും. മഴ പൈപ്പട ഇട്ടിട്ടുണ്ട്. സീനില്ല. ഇതേപോലെ വണ്ടിക്കാൻ ആ വണ്ടിക്ക് തന്നെ ഫ്രണ്ടിക്കാൻ പറ്റുന്നു. വണ്ടി ഇടിച്ച് എല്ലാം പറ്റുന്നു. ചെറുതായിട്ട് ചതമുണ്ട്. പേടിക്കണം, നമ്മുടെ ഫ്രണ്ടിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. പൈസയൊക്കെ പോയിക്കണെങ്കിൽ ഞാനിപ്പോൾ സ്ഥലം എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഏകദേശം സ്ഥലത്ത് എത്താതായി ഗൈസ്. നല്ല സ്ഥലം കണ്ടു. നല്ല സ്ഥലം കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ച് എടുത്തതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ടേ ബാക്കി വെക്കത്തുള്ളൂ. എൻ്റെ ഇടയ്ക്ക് ഇനി വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കുന്നതാണ് ഗൈസ്. ശരി, ഓക്കെ ഗൈസ്. ഫോണാക്കി ഞാൻ പെട്ടെന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് വണ്ടിയും കൂടെ നന്നാക്കിയിട്ട് സ്ഥലത്ത് ചെന്നാൽ പോരെ എന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്. പക്ഷേ ഇത് നന്നാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഏകദേശം എത്തി. അവിടെ ഇച്ചിരി കൂടെ അങ്ങോട്ട് ഫ്രണ്ടിൽ എത്തി. പോകണ്ട, ഇതേപോലെ ചെന്നിരിക്കും. ഉണ്ടാ തന്നെ നമുക്ക് സംഭവിച്ചത്. നമ്മളത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ നല്ല ദൂരം ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് അതൊന്നും സീൻ കാണിക്കായിരുന്നു ഗൈസ്. അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി നമുക്ക് റോബ്ലോക്സിൻ്റെ വീഡിയോസൊക്കെ ഇറക്കാം. പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ ഞാൻ ഇറക്കിയില്ല. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം, എന്നാലും നിങ്ങൾ വേണമെങ്കിൽ ഗെയിംസൊക്കെ ഇറക്കാൻ പറ്റത്തുള്ളൂ. റോബ്ലോക്സിൻ്റെ ഒക്കെ വീഡിയോസ് നമുക്ക് ഇറക്കാം ഗൈസ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കണേ ഏതെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇറക്കി. ഇവിടെ നമ്മുടെ വേറെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഗൈസ്. അവിടെയൊക്കെ പോയി വണ്ടി നന്നാക്കിയിട്ടൊക്കെ വരാം ഗൈസ്. തൊട്ടടുത്ത് ഇവിടെ കണ്ട ലൊക്കേഷൻ അയച്ചത്. ലൊക്കേഷൻ അനുസരിച്ച് പോയിട്ട് ഓക്കെ ഗൈസ്. ആ സമയത്തൊരു കോള് വന്നു ഗൈസ്. അതുകൊണ്ട് ഫോൺ അമ്മയുടെ അടുത്തായിപ്പോയി. സാരമില്ല ഗൈസ്, നമ്മൾ പിന്നെ വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ കൂട്ടുകാരുടെ വർഷം കണ്ട്
വർക്ക്ഷോപ്പെന്ന് പറഞ്ഞപ്പോൾ തന്നെ വർക്ക്ഷോപ്പ് കണ്ടെത്തി. ജസ്റ്റ് അല്ലെങ്കിൽ അയാൾ ചത്തേന്. കൂട്ടുകാർ ഇവിടെ തന്നെ കാണും കേസ്. കണ്ടെച്ചാൽ മതിയായിരുന്നു. വണ്ടി കയറ്റി നിർത്തിയേക്കാം. വണ്ടിയൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഗൈസ് നമ്മൾ വണ്ടിയായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ അകത്തേക്ക് വന്ന് പാർക്ക് ചെയ്ത്. ഓക്കെ ഗൈസ് നമ്മുടെ കൂട്ടുകാരെ കാണുന്നില്ല. അവനിവിടെ എവിടെയെങ്കിലും കാണും. അവൻ വരണവരെ വെയിറ്റ് ചെയ്യാൻ ഗൈസ്. അവൻ വന്ന് വണ്ടിയൊക്കെ അവിടെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. വരുവായിരിക്കും ഇപ്പം തന്നെ. കാസത്ത് അവിടെ വല്ല ചായക്കടയും വെച്ച് ചായ കുടിച്ചിട്ട്. ചായക്കട എവിടെയാണോ എന്ത്? ആ അതെ അതിനോട് ബസ് കൂട്ടാനോ വണ്ടി ഇതേ കിടക്കുക. രണ്ട് ഒരു വണ്ടി അവൻ്റെ ചായക്കട പല്ലുകടയാണ്. ചായക്കടയൊന്നുമില്ല ഗൈസ്. അത് നമുക്ക് പോയേക്കാം. അതുകൊണ്ട് കാലത്തേക്ക് ഇവിടെ വല്ലതും നിൽക്കും. കാഴ്ചയും കണ്ട് നടക്കാൻ ഗൈസ്. എന്തുവാ ഓരോ ജിപ്പിൻ്റെ ഇതൊക്കെ നോക്കി നമ്മൾ വണ്ടി ഇരിക്കുന്നു. ഓക്കെ സമയം വന്നതിന് ശേഷം നമുക്ക് കാണാം. ഓടിപ്പോടാ കയറി ആ വന്നതിന് ശേഷം നമുക്ക് കാണാൻ അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് പോയി. ഓക്കെ നമ്മളങ്ങനെ വേണ്ട നന്നാക്കില്ല. ഇനി വർഷോപ്പൊക്കെ അതിനെ കുറച്ച് നല്ല പൈസ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ വേണ്ടത്. ഞാൻ സെറ്റാക്കി തന്നേന്. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് പോകാം. ഇനിയെങ്കിലും വണ്ടിക്കൊന്നും പറ്റാൻ നോക്കണം, അല്ലെങ്കിൽ പണി പാടും. കുറച്ച് പാണ്ടിലോടെയൊക്കെ വരും. അടുത്തൊക്കെ വേറെ എല്ലാവർക്കും വണ്ടിയും വാങ്ങിച്ചിറക്കാവും. നമ്മളങ്ങനെ വേണം ബസ്സുമായിട്ട് വേണമെന്നുണ്ട് ഗൈസ്. പോകാം. ഏകദേശം സ്ഥലത്തെത്താറായി. ഉടനെ ഇറക്കണം. ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് പൈസ അങ്ങനെ കുറച്ച് കിട്ടിയാലോ. നമുക്ക് വേഗം പോകാം. ഒരുമാറ് നമുക്കപ്പോൾ എത്തിയതിന് ശേഷം കാണാൻ കഴിച്ചു. നമുക്കിവിടെ നല്ല ദൂരമുണ്ട്. അതുകൊണ്ടാവാം. റെയിൽവേ പാലം. നമുക്ക് ട്രെയിൻ വന്ന് കണ്ടിട്ട് പോകാം. നമുക്ക് ഗെയിമിലെ ട്രെയിനൊക്കെ ഉള്ളത് കാണാം. വണ്ടി നടുക്കലോ ട്രെയിനൊന്നും കാണുന്നില്ലല്ലോ. ട്രെയിൻ വരാനത്തെ സൗണ്ട് അതോടൊക്കെയാണ്. ട്രെയിൻ എന്തിയണം വെറുതെ വെച്ചേക്കണാണ് ഈ ഇവര്. പറയാൻ പറ്റില്ല ഗൈസ്. വെറുതെ വെച്ചേക്കണാണെങ്കിലോ. നോക്കട്ടെ. കാലത്തിന് നടുക്ക് വേണ്ടി സംഭവിക്കണം.
ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. ഇങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ഇറക്കി വണ്ടിക്ക് അത് പൊട്ട് കുഴപ്പമില്ല. വണ്ടി ഫുള്ള് പൊടിയായിരിക്കുകയാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്യണം. അപ്പോൾ ഇത് നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.